ഫ്രണ്ട്സ്, പ്രൈസ് ഗാഡ്. ക്രിസ്തു ലഹരിയായി മാറുമ്പോൾ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിട്ട് ക്രിസ്തു മാറുമ്പോൾ ജീവിതത്തിൽ ചില പ്രത്യേകതകൾ കാണാൻ പറ്റും. ഉദാഹരണത്തിന്, ഒന്നാമത്തേത്, ഈശോ നമ്മളെ പ്രത്യേകം ശ്രദ്ധിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കും. ഉദാഹരണത്തിന്, ക്രിസ്തു ദേവാലയം, ജെറുസലേം ദേവാലയം നമുക്കറിയാം, ഒത്തിരി തിരക്കുള്ള ഒരു ദേവാലയമാണ്. അവിടെ പലരോടൊപ്പം ഒരു വിധവ അവക്കുണ്ടായിരുന്ന 2 ചെമ്പുതൊട്ട് കാണിക്കയിടുമ്പോൾ ഈശോ അത് ശ്രദ്ധിക്കുന്നു. ശിഷ്യന്മാരോട് അവളുടെ കഥ പറഞ്ഞ് അവളെ അഭിനന്ദിക്കുന്നു, അവളുടെ പ്രവൃത്തിയെ. ഓക്കെ, അപ്പം ഈശോ പലരിൽ നിന്ന് അവളെ ശ്രദ്ധിച്ചു. രണ്ടാമത്തത്, നിക്കോദേമോസ്, അറിയാവുന്നത് ഫരിസേയനാണ്. അവൻ ഒരു അത്തിമരച്ചുവട്ടിൽ ധ്യാനിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ ഹൃദയം ശുദ്ധമാണ്. അപ്പോൾ ഈശോ ആ ഫരിസേയനെ അഭിനന്ദിക്കുന്നു, ദൈവിക കാഴ്ചകൾ, ഉൾക്കാഴ്ചകൾ, ദൈവിക രഹസ്യങ്ങൾ പങ്കുവയ്ക്കുന്നു. 3, സഖ്യവൂസിൻ്റെ കഥ നമുക്കറിയാം. കുള്ളനാണ്. അപ്പോൾ ഈശോയെ കാണാണ്ട ആഗ്രഹത്തിൽ അവൻ നാട്ടുകാരെന്ത് പറയുന്നൊന്നും അവൻ ചിന്തിച്ചില്ല. അവൻ മറ്റുള്ളവരെക്കാൾ വേഗം ഓടി മരത്തിൽ പോയി ഒളിച്ചിരുന്നു, പാത്തിരുന്നു. ഓക്കെ, ഈശോയെ കാണാം. പക്ഷെ ഈശോ അവൻ്റെ എഫേർട്ടിനെ മാനിക്കുന്നു, ആഗ്രഹത്തെ കാണുന്നു. ഈ തിരക്കിനിടയിൽ പോകുമ്പോൾ ഈശോ ആ മരത്തിന് ചുവട്ടിൽ നിൽക്കുന്നു, മുകളിലേക്ക് നോക്കുന്നു, അവൻ താഴെ വരുന്നു. അവസാനം ഭക്ഷണം, ക്ലൈമാക്സ് സ്റ്റോറി ഈശോയോടൊപ്പം ആയിരുന്നു, അല്ലേ? ഇനി അടുത്ത രക്തസ്രാവക്കാരിയുടെ കഥ നമുക്കറിയാം. ആ ജനക്കൂട്ടത്തിനിടയിൽ അവളുടെ അസുഖം മാറണമെന്നുള്ള ആഗ്രഹത്തോടെ പാത്ത് പോയി ഈശോയുടെ ഡ്രസ്സിൻ്റെ തുമ്പ് പിടിച്ചു. ഈശോ നിന്നു, ശ്രദ്ധിച്ചു, അന്വേഷിച്ചു, അവളെ അഭിനന്ദിച്ചു, അവളുടെ വിശ്വാസം അവളെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പ്രിയമുള്ളവരെ, അപ്പം നമുക്കിവിടെ കാണാൻ പറ്റുന്നത് എന്താ? ഈശോയെ ഇങ്ങനെ ലഹരിയായി കൊണ്ട് നടക്കുന്നവർക്ക് ഈശോ പ്രത്യേകം ശ്രദ്ധിക്കുന്നതായി മനസ്സിലാക്കാൻ പറ്റും. അപ്പം അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഈശോയെ ഇതുപോലെ ഏറ്റവും പ്രിയപ്പെട്ടതായി നമ്മളിങ്ങനെ കൊണ്ട് നടന്നാൽ, സ്നേഹിച്ചാൽ, ഈശോ നമ്മുടെ ജീവിതത്തിൻ്റെ മൈന്യൂട്ട് കാര്യങ്ങൾ വരെ ശ്രദ്ധിക്കുന്നതായി കാണാൻ പറ്റും. മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ഡെയിലി ടൈം ടേബിളില്ലേ, അത് വളരെ കൃത്യമായി വ്യക്തമായിട്ട് ദൈവം സെറ്റ് ചെയ്ത് നമുക്ക് തരും. അത്രമാത്രം നമുക്ക് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി 2, ക്രിസ്തു നമുക്ക് ലഹരിയായി മാറിയാൽ ഒരു ശാന്തത തരും, ഒരു വല്ലാത്ത ശാന്തത. അത് ലോകം തരുന്ന ശാന്തതയല്ല. ചിലപ്പോഴെങ്കിലും നമ്മുടെ ജീവിതമൊക്കെ തീ പിടിച്ച കാട് പോലെയാണ്, അല്ലെ? എത്ര അണയ്ക്കാൻ ശ്രമിച്ചാലും ചിലപ്പോൾ പുകഞ്ഞുകൊണ്ടേയിരിക്കും. അവിടെയൊക്കെ ശാന്തത ലഭിക്കും. ഉദാഹരണത്തിന്, ക്രിസ്തുവിനെ കുരിശി തറയ്ക്കുമായിരുന്നല്ലോ. ആ തറയ്ക്കുന്ന സമയത്ത് ക്രിസ്തു ഭരണാധികാരികളെയോ ഭരണകൂടത്തെയോ ചീത്ത വിളിക്കുകയോ പരിഹസിക്കുകയോ ശപിക്കുകയോ അസ്വസ്ഥനാകുകയോ ചെയ്തതായി കാണുന്നുണ്ടോ? ഇല്ല. ഇതുപോലെ സഹനങ്ങളുടെ തീമഴ പെയ്താലും അതിന് നടുവിൽ ശാന്തത അനുഭവിക്കാൻ ക്രിസ്തുവിനെ ലഹരിയായവർക്ക് പറ്റും. 3, ലഹരി ക്രിസ്തുവിനെ ആക്കുന്നവർക്ക് ക്രിസ്തുവിൻ്റെ മണം കിട്ടും. അതായത് ക്രിസ്തുവിനെ നോക്കി കണ്ട് സ്നേഹിച്ച് മറ്റൊരു ക്രിസ്തുവായി മാറും. അതായത് ദൈവത്തെ നോക്കി വളരുന്നവർക്ക് മറ്റുള്ളവർ കാണുമ്പോൾ അവർ മറ്റൊരു ദൈവമായി മാറും. ഓക്കെ, മറ്റുള്ളവർക്ക് നമ്മൾ ഒരു ദൈവമായി അവർക്ക് തോന്നും. ഓക്കെ, അത് തിരുസഭയ്ക്ക് ഉണ്ട് ആ കൃപ, വിശുദ്ധർക്കുണ്ട്, അപ്പോസ്തലന്മാർക്കുണ്ട്. ഓക്കെ, അതുപോലെ അടുത്ത പ്രത്യേകതയാണ് ക്രിസ്തുവിൻ്റെ മണം. അതായത് നമ്മൾ കണ്ടില്ലേ, പൂക്കൾ കാണാൻ എന്ത് ഭംഗിയാണ്. ഇത് വിചാരിക്കുക, ഇത് മുഴുവനും മുല്ലപ്പൂവാണെന്ന്. അപ്പോൾ പൂക്കളിൽ മുല്ലപ്പൂവിനെ വേർതിരിക്കുന്നത് അതിൻ്റെ സുഗന്ധമാണ്. അപ്പം ഇതുപോലെ ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുന്നവർക്ക് ക്രിസ്തുവിൻ്റെ മണമുണ്ടാകും. നേരത്തെ പറഞ്ഞതുപോലെ അപ്പോസ്തലന്മാർക്കും തിരുസഭയ്ക്കൊക്കെ ആ മണമുണ്ട്. നമ്മുടെ വാക്കിൽ, പ്രവൃത്തിയിൽ, കണ്ണിലൊക്കെ ക്രിസ്തുമയമായിരിക്കും. ഓക്കെ, ഇനി അടുത്ത പ്രത്യേകത, ക്രിസ്തുവിനെ ലഹരിയാക്കുന്നവർക്ക് ഒരു ആനന്ദം കിട്ടും. ലോകത്തിന് നമുക്ക് സന്തോഷം തരാം. ഓക്കെ, ലോകത്തിലെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടും. പക്ഷെ ഈ ആനന്ദം തരാൻ ലോകത്തിന് പറ്റത്തില്ല, നമ്മുടെ ദൈവത്തിന് പറ്റും, ക്രിസ്തുവിന് പറ്റും. ഓക്കെ, ഇനി ലാസ്റ്റ് ഒന്നും കൂടി പറയാം. ക്രിസ്തുവിനെ ലഹരിയാക്കുന്നവർക്ക് പ്രതീക്ഷയുണ്ടായിരിക്കും. ഓക്കെ, ചില ചെടികളെ കണ്ടിട്ടില്ലേ, മരങ്ങൾ, ഇലയെല്ലാം പൊഴിഞ്ഞു പോയാലും വേര് കൊണ്ട് ജീവിക്കുന്നവ. ഇതുപോലെ നമ്മളും നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ നിറവേറിയില്ലെങ്കിലും നമ്മൾ പ്രതീക്ഷയോടെ ജീവിക്കും. ഇങ്ങനെ വാടി തളർന്ന് വളയാം, പക്ഷെ ഒടിഞ്ഞു തൂങ്ങിയവരായി മാറത്തില്ല. അപ്പം പ്രിയമുള്ളവരെ, ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ലോകം വിളമ്പിത്തരുന്ന മദ്യം ലഹരിയായി അഡിക്റ്റായി പോകുന്നവരുടെ പ്രത്യേകത എന്താ? ബൈബിൾ പറയുന്നത് കീറത്തുണി കൊടുക്കേണ്ടി വരും,
ഭാര്യയുടെ ചെലവിൽ ജീവിക്കേണ്ടി വരും, ഉത്തരവാദിത്വം എടുക്കത്തില്ല, ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കും, ദാരിദ്ര്യമായിരിക്കും, കലഹം, സമാധാനമില്ല, അദ്ദേഹത്തിനും കാണില്ല, ആ വ്യക്തിക്കും കാണില്ല, കൂടെ ജീവിക്കുന്നവർക്കും സമാധാനം കൊടുക്കത്തില്ല. ഓക്കെ, പിന്നെ എന്താണ്, പ്രാർത്ഥനയില്ല, അതൊക്കെ ഭയങ്കര അലർജി ആയിരിക്കും, എപ്പോഴും വഴക്കും ദേഷ്യമൊക്കെ ആയിരിക്കും. സിസ്റ്റർ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഒരു മദ്യപാനിയുടെ ലക്ഷണങ്ങൾ. പ്രിയമുള്ളവരെ, നമ്മുടെ മുന്നിൽ ഓപ്ഷനുണ്ട്. ഏത് വേണം? ക്രിസ്തുവിനെ ലഹരിയാക്കണോ അതോ മദ്യം ലഹരിയാക്കണോ? ഓക്കെ, അപ്പോൾ പ്രത്യേകിച്ച് ഈശോപ്പെ നമുക്ക് ലഹരിയാക്കാം, കൊണ്ട് നടക്കാം. എന്ന് വെച്ചാൽ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് കൊണ്ട് നടക്കുമ്പോൾ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നത് നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഈശോയെ കണ്ട് മറ്റൊരു ക്രിസ്തുവായി, ഓൾട്ടർ ക്രിസ്തുവായി മാറുന്ന മക്കളാകട്ടെ. ഈശോ അനുഗ്രഹിക്കട്ടെ.